26,000 രൂപ അടുത്തായി ഇവൻ്റെ ഹെൽമെറ്റിൻ്റെ റേറ്റ് വരുന്നത്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു KYT ഹെൽമെറ്റ് വാങ്ങണമെന്ന്. ചിലർക്കൊന്നും ഇഷ്ടാവാൻ ചാൻസ് ഇല്ല, പലർക്കും ഇഷ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ എനിക്കിഷ്ടമായി. എൻ്റെ ഒരു മേജർ ആക്സിഡൻറ്റ് സേവ് ചെയ്ത ഹെൽമെറ്റാണ് കേട്ടത്. പണ്ടത്തെ ഒരു മെയിൻ സ്റ്റാർ ആയിരുന്നു വെഗയുടെ ഹെൽമെറ്റ്സ്, ഇപ്പോഴും ഉണ്ട്. എന്നാലും പണ്ട് വെഗയുടെ ഹെൽമെറ്റൊക്കെ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു. ഒരുപാട് ഹിറ്റ് കിട്ടിയിട്ടുണ്ട് ഹെൽമെറ്റിൽ, ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനുശേഷം ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഒരു മേജർ ആക്സിഡൻറ്റ് പറ്റിയ ശേഷം നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതിനുശേഷം ഞാൻ വാങ്ങിയത് LS2 ഹെൽമെറ്റാണ്. ആ ഹെൽമെറ്റ് ബാംഗ്ലൂർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്, അതുകൊണ്ട് എനിക്കിവിടെ കാണിക്കാൻ പറ്റുന്നില്ല, വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതിനുശേഷം എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു AGV വാങ്ങാന്നുള്ളത്. പക്ഷേ AGVനേക്കാളും കൂടുതൽ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഇവനെ ഇഷ്ടമായി. എയറോൻ്റെ ST501 ഹെൽമെറ്റ് ആണത്. എൻ്റെ കയ്യിലുള്ള റൈഡിംഗ് ഗിയറിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇവൻ. 26,000 രൂപ അടുത്തായി ഇവൻ്റെ ഹെൽമെറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഇതാണ്. ഞാൻ ഇട്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂം ഫുള്ള് ഹെൽമെറ്റും റൈഡിംഗ് ഗിയേഴ്സൊക്കെ ആയിട്ട് നടക്കണം എന്നാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം എത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു KYT ഹെൽമെറ്റ് വാങ്ങണമെന്ന്. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സും എല്ലാം അടിപൊളിയാണ്. ആക്ച്വലി ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങിയിട്ട് 3-4 മാസമായി. ഇതുവരെയായിട്ട് ഇതിൻ്റെ പെട്ടിപൊട്ടിക്കൽ ചടങ്ങ് എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത് ലൈവായിട്ട് സാധിക്കാം. ഓ മൈ ഗോഡ്, മെസ്സാണല്ലോ. ഓക്കെ, ഒരു അൺബോക്സിംഗ് ടേബിൾ വാങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ തന്നെ വൃത്തിയാക്കണം, അവിടെ ഇരിക്കട്ടെ. എന്തുവാ ഇത്? ഓക്കെ, അപ്പോൾ ഇതാണ് KYT TT Revo. കുറച്ച് കളർഫുള്ളാണ്, ചിലർക്കൊന്നും ഇഷ്ടാവാൻ ചാൻസ് ഇല്ല, പലർക്കും ഇഷ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ എനിക്കിഷ്ടമായി. നമ്മൾ അത്ര തന്ത വൈബൊന്നുമല്ല, നമ്മൾ പുതിയ ആൾക്കാരുടെ പിടിച്ച് നിൽക്കട്ടെ. നല്ല ഗ്രാഫിക്സ് ആണ്. ഒരു സ്പോയിലർ വരുന്നുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് ഓറഞ്ച് കളർ എന്തോ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതും ഓറഞ്ചാണ്, ഇതും ഓറഞ്ചാണ്. എൻ്റെ വണ്ടി ഓറഞ്ചാണ്, അതുകൊണ്ടാണ്. എനിക്ക് പക്ഷേ ഈ പ്ലെയിൻ വൈസർ ഇഷ്ടമല്ല, ക്ലിയർ വൈസർ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഡാർക്ക് സ്മോക്ക് വൈസർ വാങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഊരാം. അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഈസ് നെക്സ്റ്റ് ലെവൽ. ഹായ്, കൊള്ളാല്ലേ കേട്ടോ. എനിക്ക് ഈ പ്ലെയിൻ വൈസർ ഇഷ്ടമല്ല, ഇത് വെയിലത്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. സ്റ്റിക്കറൊന്നും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. നൈസ്. ഇനി ഇൻസ്റ്റോൾ ചെയ്യാം. ഇൻസ്റ്റോൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? മനസ്സിലാ? ഓ, ഈസി ഈസി ഈസി. ഓ നൈസ്. കണ്ടോ, ഇപ്പോൾ ലുക്കാകെ അടിപൊളിയല്ലേ. ഈ ഡാർക്ക് സ്മോക്ക് വൈസർ എപ്പോഴും ഹെൽമെറ്റിന് ഭയങ്കര അടിപൊളി ലുക്കാണ്. ഇതിലാണെങ്കിലും ഞാൻ 2 വൈസറിൻ്റെ കയ്യിലുണ്ട്. ഞാൻ റൈഡൊക്കെ പോകുമ്പോൾ രണ്ടും കൊണ്ടുപോകും, മാറ്റി ഇടും. കൊണ്ടുപോകും കുറച്ച് പാടാണ്, പക്ഷേ കുഴപ്പമില്ല. ഓ, എയർവെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 1 2 3 ഒരുപാട് എയർവെൻസ് ഉണ്ട്. ഫ്രണ്ടിലുണ്ട്, മേലെ സൈഡിലൊക്കെ എയർവെൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഹെൽമെറ്റ്സ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇനിയിപ്പോൾ ഇതിൽ ഏതിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, പക്ഷേ മാനേജ് ചെയ്യാം. എൻ്റെ ഫ്രണ്ടിന് പുള്ളിക്ക് ഒരു 10-15 ഹെൽമെറ്റിൻ്റെ അടുത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഏതാണെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.